ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ന്യൂസ് വന്ന് എല്ലാവരും കേട്ട് കാണും. നമ്മുടെ ഒരു ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ സ്മോക്ക് പാൻ എന്ന് പറയുന്ന സംഭവം കഴിച്ചിട്ട് സ്റ്റൊമക്കിൽ ഹോൾ ഉണ്ടായി ഓപ്പറേഷൻ കഴിഞ്ഞൊരു ന്യൂസ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ ആദ്യത്തെ കേസൊന്നും അല്ല. ഇപ്പോൾ ഡൽഹി 2017 അതിന് ശേഷവും ഒരുപാട് കേസുകൾ ഇപ്പം ലിക്വിഡ് നൈട്രജൻ കണ്ടെയ്ൻഡ് ആൽക്കഹോൾ കഴിച്ചിട്ട് ഒരു കോക്ടെയിൽ കഴിച്ചിട്ട് ഒരു ഡൽഹിയിലൊരു യുവാവിന് കണക്ക് ഇഷ്യൂ ആയി സ്റ്റൊമക്കിൽ ഹോൾ ഉണ്ടായി സർജറി ചെയ്ത ഒരു ഇഷ്യൂ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. സോ ഇതിപ്പം കഴിഞ്ഞ ആഴ്ച ഉണ്ടായതാണ്. ഇതിൻ്റെ ശരിക്കും സത്യാവസ്ഥ നമുക്ക് നോക്കാം. ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് ഓർഡർലെസ് കളർലെസ് ആയിട്ടുള്ള -196°C വരെ ലോ ടെമ്പറേച്ചർ പോകുന്ന ഒരു പ്രിസർവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം മെഡിക്കൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് CSF ബ്ലഡൊക്കെ പല സമയത്തും നമ്മൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഫോർ ലോങ് ടൈം പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫുഡിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, കേടുവരാതിരിക്കാനും ആ ഒരു ടെക്സ്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. എപ്പോഴും നമ്മുടെ മിസ് ഹാൻഡ്ലിങ് ശരിക്കും ഇതിനൊരു ഹാൻഡ്ലിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ആണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ലാബിലൊക്കെ ആണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഗ്ലൗസും ഒക്കെ ധരിച്ചിട്ടാണ് അകത്ത് കയറി ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെയല്ല നാട്ടിലെ സ്ട്രീറ്റിലെ ആൾക്കാർ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയൊരു മിസ്റ്റേക്ക് നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വോളിയം റേഷ്യോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് ലിക്വിഡിനകത്ത് എത്രത്തോളം വോളിയം എയർ കംപ്രസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ 1:690+ ആണ് ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത്. സോ അത് നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന പാൻ എന്ന് പറയുന്നത് ഫുള്ളി ഇവാപറേറ്റ് ചെയ്ത് പോയാൽ ഇപ്പം നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് ഇവാപറേറ്റ് പോകും. അത് നമ്മൾ ഈ റൂം ടെമ്പറേച്ചറുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങ് പോകും, എക്സ്പാൻഡ് ചെയ്ത് അങ്ങ് പോകും. പക്ഷെ ആ ഒരു സമയം കൊടുക്കാതെ ഡയറക്റ്റ് നമ്മൾ ഈ കണ്ടെയ്നറിൽ നിന്ന് എടുത്തിട്ട് ഈ പാൻ അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് എടുത്ത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഇവാപറേറ്റർ ഫുള്ള് പോവാതെ ആ കണ്ടനകത്ത് അതോട് ചേർന്ന് നമ്മുടെ സ്റ്റൊമക്കിലിട്ട് പോകും. ആ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ സ്റ്റൊമക്കിലെത്തി ഇതിൻ്റെ വോളിയം അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. പെട്ടെന്ന് ഒരു എക്സ്പാൻഷൻ, ഒരു സഡൻ എക്സ്പാൻഷൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് അങ്ങ് എക്സ്പാൻഷൻ എന്ത് പറ്റും, എവിടെയാണോ വീക്ക് സൈഡ് അവിടെ വെച്ച് അത് ബ്രേക്ക് ആവും. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഒരു വാള് കട്ടാവുകയും അവിടെ ഒരു പെർഫറേഷൻ പെരിറ്റനൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഒരു CT കൂടെ എടുത്തത് കൺഫേം ചെയ്യും. ഇതാണ് ഒരു മെഡിക്കൽ പ്രൊസീജിയർ. അത് കഴിഞ്ഞിട്ട് എമർജൻസി OT-ലിട്ട് അത് റിപ്പയർ ചെയ്യും. പലതരം സർജറി ഉണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, റിപ്പയർ ഉണ്ട്. അങ്ങനത്തെ അത് ആ ഒരു എവിടെയാണ് അത് ബ്രേക്ക് ആയത് എന്ന രീതിയിൽ പിന്നെ അതിൻ്റെ തോത് എല്ലാവരും വെച്ചായിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞത് ഡെഡ്ലി ഡേഞ്ചറസ് ആണ്. ഇപ്പം അത് മോർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം ഒരുപാട് കൂടുതലാണെങ്കിൽ ആ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലങ്സ് വരെ കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുള്ള സംഭവമാണ്. അതുമല്ല നമ്മൾ ഈ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മളെ മൗത്തിലെ നംബ്നസ് വരെയും ബേൺസ് ഉണ്ടാവുകയും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുന്ന ഭാഗം ഫ്രീസാക്കി അങ്ങ് ഫുള്ളങ്ങ് പോവുകയും ചെയ്യും. ഫുള്ളി ഇവാപറേറ്റ് ആയില്ലെങ്കിൽ ഉള്ള കാര്യമാണ്. സോ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹാൻഡിലിങ്, ഇതിൻ്റെ പ്രോപ്പറായിട്ട് അവർക്കൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ ഇതൊരു വലിയ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ലോകത്തേക്ക് വരില്ല. കാരണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പലയിടത്തും യൂസ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇതിനെ പറ്റി ഒരു ധാരണയില്ല. ഇതിൻ്റെ ഒരു ബേസിക് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് റിസ്ക് ഉള്ളത് തന്നെയാണ്. ഇത് സ്റ്റൊമക്കിന് മാത്രമല്ല ഡിസ്നസ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആവാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ. സോ കുട്ടികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചോ, അത് ഫുള്ളി ഇവാപറേറ്റ് ചെയ്ത് പോണ വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അല്ല ഇൻ കേസ് നിങ്ങൾക്ക് കഴിച്ചേ ഒക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞാണ്. പിന്നെ ബാക്കി ഫുഡ് ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. നമ്മൾ ഈ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഒരു മീൻ എടുത്ത് കഴിക്കുകയാണെങ്കിൽ തന്നെ അവരത് ചുറ്റും അത് വെക്കുന്നുണ്ട് ഇപ്പം. സോ ഇതാണ് സംഭവം. മാക്സിമം കുട്ടികളിൽ ഇത് കൊടുക്കാതിരിക്കുക. കുട്ടികളെ ഇതിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ആ കൊച്ചിൻ്റെ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി, വയറൊന്ന് ഹോൾ വന്നത്. അതോടുകൂടി അവരത് കഴിക്കുക മാക്സിമം നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതാണ് കാര്യം. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.